ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആയുധമുറകളിലൂടെയും സായുധ വിപ്ലവത്തിലൂടെയും മാത്രമാണ് സാധ്യമാവുകയെന്ന് തിരിച്ചറിഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് തൻ്റെ ഭവനത്തിൽ നിന്നും ബ്രിട്ടീഷുകാർ അറിയാതെ രക്ഷപ്പെടുകയായിരുന്നു. ലാഹോറിലൂടെയും അഫ്ഗാനിലൂടെയും സോവിയറ്റ് യൂണിയനിലൂടെയും ജർമ്മനിയിൽ എത്തിച്ചേർന്ന ബോസിനെ അഡോൾഫ് ഹിറ്റ്ലർ സ്വീകരിച്ചു. ഇറ്റലിയും ജപ്പാനും ജർമ്മനിയും നേതൃത്വം കൊടുത്ത അച്ചുതണ്ട് ശക്തികൾ അവരുടെ എല്ലാവിധ പിന്തുണയും ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിന് സുഭാഷ് ചന്ദ്രബോസിനെ വാഗ്ദാനം ചെയ്യുന്നു. അതിൻ്റെ പ്രാരംഭ നടപടി എന്ന രീതിയിൽ 4500ഓളം വരുന്ന തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരായ സൈനികരെ ഉപയോഗിച്ചുകൊണ്ട് ടൈഗർ ലെജിയൻ എന്ന പേരിൽ ഒരു സൈനിക കൂട്ടായ്മ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിക്കുന്നു. ജർമ്മനിയിൽ നിന്നും പ്രക്ഷേപണം നടത്തിയ ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സമാനമായ രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ താൽപ്പര്യമുള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൂട്ടായ്മകൾ രൂപീകരിക്കുവാൻ സുഭാഷ് ചന്ദ്രബോസ് ആഹ്വാനം ചെയ്യുന്നു. തൽഫലമായി ജപ്പാൻ സൈന്യത്തിൻ്റെ പിടിയിലായ ധാരാളം പട്ടാളക്കാരും ജപ്പാൻ്റെ പിന്തുണയോടുകൂടി സിംഗപ്പൂർ, മലേഷ്യ മുതലായ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന സിവിലിയന്മാരായ ഇന്ത്യക്കാരും സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആഹ്വാനം അനുസരിച്ചുകൊണ്ട് ഒരു സൈനിക കൂട്ടായ്മയും അതേപോലെ ഒരു സിവിലിയൻ ഓർഗനൈസേഷനും രൂപീകരിച്ചുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും സുഗമമായ മാർഗം എന്നത് ഏഷ്യയിൽ നിന്നുമുള്ള ഒരു യുദ്ധക്കളമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് അതിസാഹസികമായി ജർമ്മനിയിൽ നിന്നും അന്തർവാഹിനിയിലൂടെ ജപ്പാനിലേക്ക് എത്തുന്നു. ബ്രിട്ടീഷുകാരുടെ പിടിയിലായിരുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾ ജപ്പാൻ സേന ബോംബാക്രമണത്തിലൂടെ ബ്രിട്ടീഷുകാരിൽ നിന്നും പിടിച്ചെടുത്ത് സുഭാഷ് ചന്ദ്രബോസിനെ ഏൽപ്പിക്കുന്നു. മേജർ ജനറൽ ലോകനാഥിനെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഭരണാധികാരിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഷഹീദ് എന്നും സ്വരാജ് എന്നും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സുഭാഷ് ചന്ദ്രബോസ് പേര് നൽകുന്നു. തുടർന്ന് ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും ആസ്ഥാനം സിംഗപ്പൂരിലേക്ക് മാറ്റിക്കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് സൈനികരെ വിളിച്ചു ചേർക്കുന്നു. വിളിച്ചു ചേർത്ത സൈനികരുടെ മുന്നിലാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി ഒരു മുദ്രാവാക്യം കൊടുത്തത്: ദില്ലി ചലോ. ആയിരത്തി 1943 സിംഗപ്പൂർ കേന്ദ്രമാക്കി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഗവൺമെൻറ് അതായിരുന്നു ആസാദ് ഹിന്ദ് ഫൗജ്. ആസാദ് ഹിന്ദ് ഫൗജിൻ്റെ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ക്യാപ്റ്റൻ മോഹൻ സിംഗിൽ നിന്നും ഏറ്റെടുത്തു. അതേപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ നേതൃത്വം റാഷ് ബിഹാരി ബോസിൽ നിന്നും ഏറ്റെടുക്കുകയുണ്ടായി. തുടർന്ന് യുദ്ധസജ്ജരായ ഒരുപാട് ചെറുപ്പക്കാരെ കൂടി ചേർത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ആർമി വിപുലീകരിക്കുന്നു. സുഭാഷ് റെജിമെൻറ്റ്, ഗാന്ധി റെജിമെൻറ്റ്, ആസാദ് റെജിമെൻറ്റ്, നെഹ്റു റെജിമെൻറ്റ്, ഝാൻസി റാണി റെജിമെൻറ്റ് എന്നിങ്ങനെ അതിശക്തമായ 5 ബ്രിഗേഡുകൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെടുന്നു. ഈ സൈനിക വ്യൂഹങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ക്യാപ്റ്റൻ ലക്ഷ്മി, ക്യാപ്റ്റൻ ഗുർബക്സ് സിംഗ് ധില്ലൻ, ക്യാപ്റ്റൻ പ്രേംകുമാർ സൈഗാൾ, ക്യാപ്റ്റൻ മുഹമ്മദ് ഷാനവാസ് ഖാൻ, ക്യാപ്റ്റൻ ഹബീബ് റഹ്മാൻ എന്നിവരായിരുന്നു ഈ 5 സേനകളുടെയും നേതൃത്വം ഏറ്റെടുത്തത്. ഇവരുടെ കീഴിൽ അണിനിരന്ന ചെറുപ്പക്കാരായ സൈനികരോട് ബോസിന് പറയുവാനുണ്ടായിരുന്നത് അതിതീവ്രമായൊരു കഥയായിരുന്നു. ആ കഥയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന മുദ്രാവാക്യമായിരുന്നു: നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം. നമുക്ക് പോകേണ്ടുന്നത് നമ്മുടെ ഭാരതഭൂമിയിലേക്കാണ്. ആ യാത്രയ്ക്കിടയിൽ നമ്മളെ വരവേൽക്കുന്നത് ബ്രിട്ടീഷുകാരുടെ തോക്കും ബോംബും പീരങ്കിയുമെല്ലാം വർഷിക്കുന്ന തീയുണ്ടകളായിരിക്കും. നമ്മുടെ ശരീരത്തിൽ നിന്നും മുറിവുകളിൽ നിന്നും രക്തം പ്രവഹിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഒഴുകുന്ന രക്തം, ആ രക്തം നമുക്ക് നൽകുക സ്വാതന്ത്ര്യമാണ്. നമ്മൾ പോവേണ്ടുന്നത് നമ്മളുടെ മാതൃരാജ്യത്തേക്കാണ്. നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഹൃദയഭാഗമാണ് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന മുഗൾ സാമ്രാജ്യത്തിൻ്റെയും ഡൽഹി സുൽത്താൻമാരുടെയുമെല്ലാം ആസ്ഥാനമായിരുന്ന ഡൽഹി. ആ ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ചെന്നിട്ട് ത്രിവർണ്ണ പതാക ഉയർത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തുന്നൊരു ദിവസം, അതാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതിന് നിങ്ങൾ പോവേണ്ടുന്നത് ഡൽഹിയിലേക്കാണ്. അതിൽ നിന്നും ഉയർന്നു വന്ന മുദ്രാവാക്യമായിരുന്നു ദില്ലി ചലോ. ദില്ലിയിലെത്തി ത്രിവർണ്ണ പതാക ചെങ്കോട്ടയ്ക്ക് മുകളിൽ പാറിപ്പറപ്പിച്ചുകൊണ്ട് നമ്മൾ വിളിക്കേണ്ടുന്നത് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ മുദ്രാവാക്യമാണ്. അതാവണം ജയ് ഹിന്ദ്. അതുകൊണ്ടാണ് ജയ് ഹിന്ദ് എന്നും ദില്ലി ചലോ എന്നും നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്നും സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനുശേഷം നേതാജി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു: ഭാരതം നമ്മുടെ മാതാവാണ്. മാതാവിൻ്റെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ ഏൽപ്പിക്കേണ്ടത് നമ്മളുടെ പിതാവിൻ്റെ കരങ്ങളിലാണ്. നമ്മുടെ മാതൃരാജ്യം
ഈ മാതൃരാജ്യത്തെ നമ്മൾ ഏൽപ്പിക്കേണ്ടത് നമ്മുടെ പിതാവിൻ്റെ കരങ്ങളിലാണെങ്കിൽ ആ പിതൃസ്ഥാനത്ത് നാം കാണുന്നത് മറ്റാരെയുമല്ല മഹാത്മാ ഗാന്ധിജിയെ ആണ്. അതുകൊണ്ടാണ് ഗാന്ധിജിയെ ആദ്യമായിട്ട് രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് എന്ന് നമ്മൾ പഠിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിൽ നിന്നും തനിക്ക് കിട്ടിയ ഈ രാഷ്ട്രപിതാവ് എന്ന ആ ഒരു പദം, അതിന് പ്രത്യുപകാരമായി ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസിന് വിശേഷണം നൽകി. ആ വിശേഷണമായിരുന്നു ദേശസ്നേഹികളുടെ രാജകുമാരൻ. ശരിക്കും ദേശസ്നേഹികളുടെ രാജകുമാരനല്ല, മഹാരാജാവ് തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ സമാഗതമായിരിക്കുന്ന യുദ്ധം ജപ്പാൻ്റെ സേനയുടെ പിന്തുണയോടുകൂടി ഇന്ത്യൻ നാഷണൽ ആർമിയും മുന്നേറ്റം ആരംഭിക്കുകയാണ്. കാലാൾപ്പടയായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ സേനാവ്യൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ജപ്പാൻ്റെ പിന്തുണയോടുകൂടി സിംഗപ്പൂരിൽ നിന്നും മുന്നേറ്റം ആരംഭിച്ചു. തായ്ലൻഡ്, മലേഷ്യ, ഫിലിപ്പൈൻസ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം മുതലായ പ്രദേശങ്ങളിലുള്ള ബ്രിട്ടീഷുകാരുടെ എല്ലാ ഭൂപ്രദേശങ്ങളും പിടിച്ചടക്കിക്കൊണ്ട് മുന്നേറി അവർ മ്യാൻമാറിലെത്തി. ഇപ്പോഴത്തെ മ്യാൻമാർ എന്നാൽ പഴയ ബർമ്മയാണ്. ബർമ്മയിൽ നിന്നും ഇന്ത്യൻ അതിർത്തിയായ അരക്കൺ യോമ, അതല്ലെങ്കിൽ നമ്മൾ ഭൂമിശാസ്ത്ര ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന പൂർവാഞ്ചൽ എന്ന് പറയുന്ന ഒരു മലനിരകളുണ്ട്. ഏകദേശം 3000 മീറ്ററോളം ഉയരം വരുന്ന ഈ പൂർവാഞ്ചൽ മലനിരകൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ഭൂമിയിലേക്കാണ് പ്രവേശിക്കുന്നത്. അതുവരെ യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും കൂടാതെ വളരെ സുധീരമായ മുന്നേറ്റം നടത്തിയ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ചെറിയ പാളിച്ചകളും ഇടർച്ചയും തകർച്ചയും സംഭവിക്കുന്നത് മ്യാൻമാറിൽ എത്തിച്ചേർന്നതിന് ശേഷം ഇന്ത്യയിലേക്കുള്ള അവരുടെ ക്യാമ്പയിനിൻ്റെ തുടക്കത്തിലായിരുന്നു. അതിന് പ്രധാനമായും പറയുന്ന കാരണം മ്യാൻമാറിൻ്റെ അതിർത്തിയോടുകൂടി ചേർന്നാണ് ഇന്ത്യൻ അതിർത്തി. പിടിച്ചടക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിനും പിടിച്ചടക്കുന്ന ഇന്ത്യയുടേതല്ലാത്ത പ്രദേശങ്ങൾ ജപ്പാൻ്റെ നിയന്ത്രണത്തിലും എന്നുള്ളതായിരുന്നു ധാരണ. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഇന്ത്യൻ പ്രദേശങ്ങളുടെ നിയന്ത്രണം സുഭാഷ് ചന്ദ്രബോസിനായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ജപ്പാൻ ഒരൽപ്പം സ്വാർത്ഥത പുറത്തിട്ടു. മ്യാൻമാറിൻ്റെ വടക്ക് ഭാഗത്ത് കിടക്കുന്ന ചൈന, രണ്ടാം ലോക മഹായുദ്ധത്തിൽ അച്ചുതണ്ടു ശക്തികൾക്കെതിരായി യുദ്ധം ചെയ്യുന്ന പഞ്ചമഹാശക്തികളുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കൂട്ടാളിയാണ് ചൈന. ആ ചൈനയെ നേരിട്ട് ആക്രമിക്കുക എന്നൊരു നയമാണ് മ്യാൻമാറിൽ നിന്നിരുന്ന ജപ്പാനീസ് സൈന്യം തിരഞ്ഞെടുത്തത്. അങ്ങനെ സംയുക്ത സൈന്യത്തിൻ്റെ ജാപ്പനീസ് വിഭാഗം ചൈനയിലേക്കും സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലുള്ള INA ഇന്ത്യയിലേക്കും കടക്കുകയാണുണ്ടായത്. സുഭാഷ് ചന്ദ്രബോസിനും INA ഭടന്മാർക്കും ഒരു വിശ്വാസമുണ്ടായിരുന്നു. ബർമ്മയുടെ അതിർത്തി കടന്ന് ഇന്ത്യൻ മണ്ണിൽ പ്രവേശിക്കുന്ന തങ്ങളെ കാത്ത് 10,000 വരുന്ന രാജ്യസ്നേഹികളായ ഇന്ത്യക്കാർ ത്രിവർണ്ണ പതാകയുമേന്തി കാത്തു നിൽക്കുന്നു എന്നൊരു പ്രതീക്ഷയായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടന്മാർക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അവരുടെ പ്രതീക്ഷകൾ വിഫലമാവുകയാണ് ഉണ്ടായത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള 7 സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സപ്തസുന്ദരികൾ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് മണിപ്പൂർ, മേഘാലയ, മിസോറാം, ആസാം, അരുണാചൽ പ്രദേശ്, ത്രിപുര, നാഗാലാൻഡ് മുതലായ പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങളെല്ലാം പണ്ട് ഒരൊറ്റ പ്രദേശമായിട്ട് ആസാം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നു. ഈ ആസാം ആവട്ടെ ബർമ്മ എന്ന രാജ്യത്തിൻ്റെ പക്കൽ നിന്നും ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത പ്രദേശമാണ്. ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ ഇന്ത്യയുടേതെന്ന് നമ്മൾ പറയുകയും എന്നാൽ ഇന്ത്യക്കാരോട് രൂപത്തിലോ ഭാഷയിലോ യാതൊരു സാദൃശ്യവും പുലർത്താത്ത ഗിരിവർഗ ഗോത്രവർഗ മേഖലയായിരുന്നു ഈ പറയുന്ന പ്രദേശങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മോചനത്തിനായിട്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ അരക്കൺ യോമ അല്ലെങ്കിൽ പൂർവാഞ്ചൽ മലനിരകൾ വഴി കടന്നുവരുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ഭടന്മാരോട് അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നും തന്നെ ഈ മേഖലയിൽ കഴിയുന്ന ജനതയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ മണ്ണിൽ പ്രവേശിച്ച ഇന്ത്യൻ നാഷണൽ ആർമി അവർ ഇംഫാലിലും കൊഹിമയിലും ത്രിവർണ്ണ പതാക ഉയർത്തുകയുണ്ടായി. ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ സൈനികരെ അഭിനന്ദിച്ചുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സന്ദേശവും എത്തി. അതിൽ ആവേശം പൂണ്ട ഇന്ത്യൻ ഭടന്മാർ ഒരു കാര്യം നിശ്ചയിച്ചു. സുഭാഷ് ചന്ദ്രബോസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദില്ലി ചലോ എന്നാണ്. ദില്ലിയിലേക്ക് പോകുന്നതുവരെ നമ്മുടെ സേനാ മുന്നേറ്റത്തിന് അകമ്പടിയായിട്ട് ജപ്പാൻ്റെ ആയുധങ്ങളുണ്ടാവില്ല, ജപ്പാൻ്റെ പോർവിമാനങ്ങളുണ്ടാവില്ല. കാൽനടയായിട്ടുള്ള പോരാട്ടമായിരിക്കണം നമ്മൾ നടത്തേണ്ടുന്നത്. നമ്മളെ പരാജയപ്പെടുത്തുവാനായിട്ട് കാത്തിരിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലാൽപ്പടയുണ്ട്, പീരങ്കിപ്പടയുണ്ട്, വൈമാനിക സേനയുണ്ട്. ഇതിനെല്ലാം അതിജീവിച്ച് ഡൽഹിയിൽ എത്തിച്ചേരുക എന്നുള്ളത് അതീവ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ഒരാളാണെങ്കിൽ ഒരാൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ മെസ്സേജുമായിട്ട് ഡൽഹിയിൽ എത്തിച്ചേരുന്നതുവരെ നമ്മുടെ മുന്നേറ്റം മുന്നോട്ട് തന്നെയാണ് പോകേണ്ടത് എന്ന് നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് തന്നെ യാത്ര തിരിക്കുകയാണ്. ഇന്ത്യൻ മണ്ണിൽ പ്രവേശിച്ച ഇന്ത്യൻ സൈന്യത്തെക്കാത്ത് മറ്റൊരു ദുരന്തം കൂടിയുണ്ടായിരുന്നു. അത് കാലവർഷമായിരുന്നു. 1945 മെയ് മാസത്തിൽ കാലവർഷം നേരത്തെ എത്തുകയുണ്ടായി. ഇന്ത്യയിലെന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശങ്ങളാണല്ലോ മേഘാലയ എന്ന സംസ്ഥാനത്തെ ചിറാപുഞ്ചി, മൗസിൻറാം മുതലായ മേഖലകൾ. ഈ മേഖലകൾ കടന്നു വേണം സുഭാഷ് ചന്ദ്രബോസിൻ്റെ സൈന്യത്തിന് ഇന്ത്യയുടെ മണ്ണിലേക്ക് കടക്കുവാൻ. അങ്ങനെ ഇന്ത്യൻ മണ്ണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബംഗാളാണ്. ആ ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള INAയുടെ യാത്രയ്ക്കിടയിൽ കാലവർഷം എന്നത് കലിതുള്ളി എത്തുകയാണുണ്ടായത്. വെടിക്കോപ്പുകളെല്ലാം തന്നെ മഴയിൽ കുതിർന്ന് നനഞ്ഞു പോവുകയാണ്. ആധുനിക രീതിയിലുള്ള യുദ്ധ ഉപകരണങ്ങളെല്ലാം
ജപ്പാൻ സൈന്യം ചൈനയെ ആക്രമിക്കുന്നതിലേക്ക് കൊണ്ടുപോവുകയുമുണ്ടായി. എന്നിരുന്നാലും മുന്നേറ്റത്തിന് യാതൊരു തടസ്സവും വരാത്ത രീതിയിൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടന്മാർ മുന്നോട്ട് പോകുമ്പോൾ ജാപ്പനീസ് വൈമാനിക സേന എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയും ആസ്ഥാനത്തായി. എന്നാൽ ഇന്ത്യൻ സൈന്യത്തെക്കകത്ത് മറ്റൊരു വൈമാനിക സേനയുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടെ വൈമാനികന്മാരായിരുന്നു. ആഫ്രിക്കയിൽ അച്ചുതണ്ട് ശക്തികൾക്കെതിരായ യുദ്ധം വിജയിച്ച ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ വൈമാനിക സേന ഇന്ത്യയിൽ തിരിച്ചെത്തുകയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടന്മാർക്ക് നേരെ ബോംബ് വർഷിച്ചു തുടങ്ങുകയും ചെയ്തു. ഈ ഒരു സന്ദർഭത്തിൽ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് കീഴടങ്ങാമെന്ന നിർദ്ദേശം INAയുടെ കമാൻഡർമാരിൽ ചിലർ തീരുമാനിക്കുന്നുണ്ടെങ്കിലും സുഭാഷ് ചന്ദ്രബോസിന് കൊടുത്ത വാക്കാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ഡൽഹിയിലേക്ക് യാത്ര തുടരുക തന്നെ വേണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് ക്യാപ്റ്റൻ പവിത്രൻ എന്നൊരു വ്യക്തി, തമിഴ്നാട്ടുകാരനായ പവിത്രൻ എന്നൊരു ക്യാപ്റ്റൻ തൻ്റെ മേലധികാരിക്ക് നേരെ നിറയൊഴിക്കുകയും പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സൈന്യത്തെ മുന്നോട്ട് നയിക്കുകയുമാണ് ഉണ്ടായത്. എന്നിരുന്നാലും ആയുധമില്ലാതെ, മരുന്നില്ലാതെ, വസ്ത്രമില്ലാതെ, ആഹാരമില്ലാതെ INA ഭടന്മാർക്ക് മുന്നേറ്റം അസാധ്യമായിരുന്നു. എങ്കിലും അവസാന ജീവൻ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതുവരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക എന്നതായിരുന്നു INA ഭടന്മാരുടെ രീതി. അതിനായി അവർ പ്രയോഗിച്ച മാർഗങ്ങൾ പലതാണ്. തോക്കിൻ്റെ മുന്നിലുള്ള കത്തി പോലുള്ള ബയണറ്റ്, ആ ബയണറ്റ് ഊരിക്കൊണ്ട് കാൽനടയായിട്ട് ബ്രിട്ടീഷ് ഭടന്മാർക്ക് നേരെ പോവുകയുണ്ടായി കയ്യിലുള്ള വെടിക്കോപ്പുകൾ തീർന്നപ്പോൾ. അതേപോലെ തങ്ങളുടെ നേർക്ക് തങ്ങളെ മെതിക്കുവാനായി പാഞ്ഞു വരുന്ന ടാങ്കുകൾക്ക് മുന്നിൽ കുഴിബോംബുകളുമായിട്ട് ഈ ടാങ്കുകളുടെ അടിയിലേക്ക് നുഴഞ്ഞു കയറുന്ന പ്രവർത്തനവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ബോസിന് കൊടുത്ത വാക്ക് പാലിക്കുവാൻ വേണ്ടി ഡൽഹിയിൽ ഞങ്ങൾ എത്തിച്ചേരുമെന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയത്. ഈ സന്ദർഭത്തിലാണ് അതിദാരുണമായ ഒരു സംഭവമുണ്ടായത്. 1946 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയും 9-ാം തീയതിയുമായിട്ട് ജപ്പാനിലെ ഹിരോഷിമ, നാഗസാക്കി എന്നീ നഗരങ്ങളിൽ ആറ്റം ബോംബ് വർഷിക്കപ്പെട്ടു. 1944 ഇറ്റലിയുടെ നേതാവായിരുന്ന ബെനിറ്റോ മുസോളിനി, ഫാസിസ്റ്റ് ഇറ്റലിയുടെ നേതാവെന്നാണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്. അദ്ദേഹം ജനക്കൂട്ടത്തിൻ്റെ ആക്രമണത്താൽ വധിക്കപ്പെട്ടു. 1945 സോവിയറ്റ് യൂണിയനിലേക്ക് അയച്ച തൻ്റെ സൈന്യം പരാജയപ്പെട്ടു എന്ന് അറിഞ്ഞ അഡോൾഫ് ഹിറ്റ്ലർ ഭൂമിക്കടിയിലുള്ള ബങ്കറിൽ അഭയം പ്രാപിക്കുകയുണ്ടായി. ഏത് സമയവും തന്നെ തേടി സംയുക്ത സേന എത്തുമെന്ന തിരിച്ചറിവിൽ അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. തൻ്റെ കാമുകിയായ ഈവ ബ്രൗണിനോടൊപ്പം ഒരേ ബങ്കറിലായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത്. ആരൊക്കെ വീണാലും എത്ര കൊല്ലം കഴിഞ്ഞാലും ഇനിയൊരു 100 കൊല്ലം കൂടി വേണമെന്നുണ്ടെങ്കിലും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജപ്പാന് സാധിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജപ്പാൻ സേന മുന്നോട്ട് പോവുകയാണ്. ഈ സന്ദർഭത്തിലാണ് അമേരിക്ക, 2ാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു. ചക്രക്കസേരയിലിരുന്നു കൊണ്ട് അമേരിക്കയെ യുദ്ധത്തിൽ നയിച്ച വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. യുദ്ധം ഏതെങ്കിലും ഒരു സമയത്ത് അമേരിക്കയ്ക്ക് എതിരായി വരികയാണെങ്കിൽ പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അണിയറയിൽ അവർ ഒരു അതിതീവ്ര സ്ഫോടനശേഷിയുള്ള ഒരു ബോംബിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു. മാൻഹട്ടൺ പ്രൊജക്റ്റ് എന്നും ട്രിനിറ്റി എക്സ്പെരിമെൻ്റ് എന്നും അറിയപ്പെട്ടിരുന്ന ഈ പ്രൊജക്റ്റ് ഇതിലൂടെ വികസിപ്പിച്ചെടുത്തതാണ് അണുബോംബ് എന്നതും. ഈ അണുബോംബ് വർഷിക്കുന്നതിനോട് FD റൂസ്വെൽറ്റിന് വലിയ താല്പര്യമില്ലായിരുന്നുവെങ്കിലും യുദ്ധത്തിൻ്റെ ഇടയിൽ അദ്ദേഹം അനാരോഗ്യം മൂലം മരണപ്പെടുകയും പിന്നീട് അമേരിക്കയുടെ താൽക്കാലിക പ്രസിഡന്റ് എന്ന തസ്തികയിലേക്ക് എത്തിപ്പെട്ടത് ഹാരി എസ് ട്രൂമാനുമാണ്. ജപ്പാൻ്റെ ഈ ഒരു പ്രഖ്യാപനം, ഇനിയൊരു 100 വർഷം കൂടി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ജപ്പാന് റിസോഴ്സ് ഉണ്ടെന്നുള്ളൊരു പ്രഖ്യാപനം വന്നപ്പോൾ ഹാരി ട്രൂമാൻ തീരുമാനിച്ചു ആറ്റം ബോംബ് ജപ്പാനിൽ വർഷിക്കുവാൻ. അതിൻ്റെ ഭാഗമായിട്ട് ആറ്റം ബോംബ് വർഷിക്കപ്പെട്ട് ജപ്പാൻ തകിടം മറിഞ്ഞു, താറുമാറായി. തൻ്റെ പിന്തുണക്കാരനായ ജപ്പാന് സംഭവിച്ച ദുരന്ത വാർത്തയെറിഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് തീരുമാനിച്ചു ഇനി മുന്നേറ്റത്തിന് പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. യുദ്ധസജ്ജരായ INA ഭടന്മാർക്ക് പല മേഖലകളിൽ നിന്നും സാമ്പത്തിക സഹായമൊക്കെ സുഭാഷ് ചന്ദ്രബോസ് ചോദിച്ചു വാങ്ങുകയുണ്ടായി. അതിന് സുഭാഷ് ചന്ദ്രബോസിൻ്റെ മാസ്മരിക പ്രഭാഷണമായിരുന്നു ഒരു പരിധിവരെ കാരണമായിരുന്നത്. 30 ലക്ഷത്തോളം വരുന്ന വിദേശ ഇന്ത്യക്കാർ അകമഴിഞ്ഞ് സഹായിച്ചിരുന്ന ഗവൺമെൻറ്റായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആസാദ് ഹിന്ദ് ഫൗജ്. ആസാദ് ഹിന്ദ് ഫൗജിനെ വിവിധ വകുപ്പുകളടങ്ങിയ ഒരു മന്ത്രിസഭയുണ്ടായിരുന്നു. ഹിന്ദ് ദൾ എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. സ്വതന്ത്രമായിട്ട് കറൻസികൾ അച്ചടിച്ച് വിതരണം ചെയ്തിരുന്ന ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. ആസാദ് ഹിന്ദ് ബാങ്ക് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ നാഷണൽ ആർമിക്ക് വേണ്ടുന്ന യുദ്ധ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനും മറ്റുമൊക്കെയായിട്ട് സുഭാഷ് ചന്ദ്രബോസ് നടത്തിയ പിരിവുകൾ വളരെ പ്രസിദ്ധമാണ്. സുഭാഷ് ചന്ദ്രബോസിനോട് വളരെയധികം അകമഴിഞ്ഞ് സഹായിച്ച ജനത ബോസിന് സ്വർണം കൊണ്ട് തുലാഭാരം വരെ നടത്തിയിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ കഴുത്തിൽ അണിയിക്കപ്പെടുന്ന ഹാരങ്ങൾ അല്ലെങ്കിൽ മാലകളെല്ലാം ലേലം ചെയ്തു പോയിക്കൊണ്ടിരുന്നത് ലക്ഷക്കണക്കിന് രൂപ വിലയ്ക്കാണ്. ഇതെല്ലാം INAയുടെ യുദ്ധബണ്ടിലേക്കായിരുന്നു വകമാറ്റിയിരുന്നത്. 2ാം ലോക മഹായുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികൾ പരാജയപ്പെട്ടെങ്കിലും അച്ചുതണ്ട് ശക്തികളുടെ ഭാഗമായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത ജീവിച്ചിരിക്കുന്ന എല്ലാവരെയും അന്താരാഷ്ട്ര യുദ്ധ കുറ്റവാളികളായി പ്രഖ്യാപിച്ചുകൊണ്ട് 25 വർഷത്തേക്ക് അവരെ കണ്ടുകെട്ടുകയോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ
അന്താരാഷ്ട്ര യുദ്ധ കുറ്റവാളികളെന്ന ലേബലിൽ വിചാരണ ചെയ്യുന്നതിന് ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. ഇതോടുകൂടി സുഭാഷ് ചന്ദ്രബോസ് അച്ചുതണ്ട് ശക്തികളുടെ നേതാവ് എന്ന ശ്രേണിയിലേക്ക് ഉയർത്തപ്പെട്ട വ്യക്തിയായതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര യുദ്ധ കുറ്റവാളി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉറപ്പായും ശിക്ഷ ലഭിക്കുമെന്നത് വസ്തുതയാണ്. സഹായിക്കുവാൻ ആരുമില്ല എന്ന് തിരിച്ചറിഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയോട് ഒരു കാര്യം പറഞ്ഞു: തൽക്കാലത്തേക്ക് നമ്മൾ പിൻവാങ്ങുന്നു. നമ്മുടെ സമയം വരുമ്പോൾ പൂർവാധികം ശക്തിയോടെ നമ്മൾ മുന്നേറുന്നു. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ആർമി നമ്മളിപ്പോൾ പിരിച്ചുവിടുകയാണ് എന്നൊരു സന്ദേശം അദ്ദേഹം ഇന്ത്യയിലേക്ക് മുന്നേറിയ അദ്ദേഹത്തിൻ്റെ സേനാവ്യൂഹത്തിന് കൈമാറുന്നു. തൻ്റെ സേനയോട് പിന്മാറുവാൻ സന്ദേശം നൽകിയതിനു ശേഷം സുഭാഷ് ചന്ദ്രബോസ് രക്ഷപ്പെടുന്നു. ഇതിനിടയിൽ ഒരു കിംവദന്തി പ്രചരിച്ചു. സുഭാഷ് ചന്ദ്രബോസ് ഒരു വിമാനാപകടത്തിൽ കൊല ചെയ്യപ്പെട്ടു. പത്രങ്ങളിലെല്ലാം ഈ വാർത്തകളായിരുന്നു വന്നത്. എന്നാൽ അത് വിശ്വസിക്കുവാൻ ബ്രിട്ടീഷ് ഭരണകൂടം തയ്യാറായിരുന്നില്ല. കാരണം പണ്ടൊരിക്കൽ ബംഗാളിലെ സ്വവസതിയിൽ നിന്നും സുഭാഷ് ചന്ദ്രബോസ് രക്ഷപ്പെട്ടു പോയതാണ്. അതിനുശേഷമാണ് വെറും കൈയോടുകൂടി പോയ സുഭാഷ് ചന്ദ്രബോസ് 10,000 വരുന്ന ഇന്ത്യൻ നാഷണൽ ആർമിയുമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ വിപ്ലവത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടു. അതേപോലെ തന്നെ ബോസിൻ്റെ ഒരു തന്ത്രമല്ലേ ഇത് എന്ന സംശയമായിരുന്നു ബ്രിട്ടീഷുകാർക്കും സഖ്യകക്ഷികൾക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന 25 വർഷക്കാലത്തേക്ക് യുദ്ധക്കുറ്റവാളികളെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ആളുകളെ കണ്ടുകിട്ടുകയാണെന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര കോടതിയിൽ യുദ്ധവിചാരണ ചെയ്തവരെ തൂക്കിലേറ്റുക എന്നൊരു നിയമം ഐക്യരാഷ്ട്രസഭയുടെ സഹായത്തോടുകൂടി ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കുകയാണുണ്ടായത്. സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി ഡൽഹിയിലേക്ക് പുറപ്പെട്ട INA ഭടന്മാർ കുറേയധികം ആളുകൾ ബ്രിട്ടീഷുകാരുടെ തടവിലാക്കപ്പെട്ട INA ഭടന്മാരുടെ വിചാരണ ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് നിശ്ചയിക്കപ്പെട്ടത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആരാധകരായ ഇന്ത്യയിലെ ജനങ്ങൾ INA ഭടന്മാരുടെ വിചാരണ അതിനെതിരായിട്ട് ശക്തമായി പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങും. പല സ്ഥലങ്ങളിലും കലാപമുണ്ടാകും. അതുവരെ INAയെ തള്ളിപ്പറഞ്ഞ ഇവിടെയുള്ള പ്രബലമായ പല രാഷ്ട്രീയ കക്ഷികളും INA ഭടന്മാർക്ക് വേണ്ടി രംഗത്ത് വരികയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ INAയ്ക്ക് വേണ്ടിയിട്ട് വക്കീൽമാരുടെ ഒരു ഡിഫൻസ് കൗൺസിൽ തയ്യാറാക്കും. ജവഹർലാൽ നെഹ്റു, അസഫ് അലി, ബുലാഭായ് ദേശായി മുതലായ വക്കീൽമാർ ഈ ഡിഫൻസ് കൗൺസിലിൽ ഉണ്ടായിരുന്നു. ചെങ്കോട്ടയിൽ വെച്ച് നടത്തപ്പെട്ട INA വിചാരണയിൽ മുഖ്യപ്രതികളായി അവർ ഹാജരാക്കിയിരുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സേനാവിഭാഗത്തിൻ്റെ തലവന്മാരായിരുന്ന ക്യാപ്റ്റൻ GS ധില്ലൻ എന്ന ഗുർബക്സ് സിംഗ് ധില്ലൻ, പ്രേംകുമാർ സെഗാൾ എന്ന PK സെഗാൾ, MS ഖാൻ എന്ന മുഹമ്മദ് ഷാനവാസ് ഖാൻ എന്നിവരെയാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് INA ഭടന്മാരുടെ വിചാരണ റദ്ദു ചെയ്യുകയും എല്ലാവരെയും വെറുതെ വിടുകയുമാണ് ഉണ്ടായത്. ഇതോടുകൂടി ഇന്ത്യൻ നാഷണൽ ആർമി എന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ളിലൊരു വികാരമായിട്ട് വളരുകയാണുണ്ടായത്. എന്നാൽ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരായ പട്ടാളക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതോടുകൂടി ഇന്ത്യൻ എയർഫോഴ്സിലും റോയൽ ഇന്ത്യൻ നേവിയിലുമുള്ള പട്ടാളക്കാർക്ക് വിവേചനം അനുഭവിക്കേണ്ടി വന്നു. ഈ വിവേചനത്തിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് റോയൽ ഇന്ത്യൻ നേവിയിലെ ഇന്ത്യക്കാരായ സൈനികരാണ്. 1946 ഫെബ്രുവരി മാസം 18 ബോംബെ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന INS തൽവാർ എന്ന കപ്പലിലെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യക്കാരൻ BC ദത്ത INS തൽവാറിൻ്റെ ഡോക്കിൽ എഴുതി വെച്ചു: ക്വിറ്റ് ഇന്ത്യ. അതോടൊപ്പം സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു കട്ടൗട്ടും ത്രിവർണ്ണ പതാകയും കപ്പലിനുള്ളിൽ ഉയർത്തിക്കൊണ്ട് നാവിക കലാപത്തിന് തുടക്കം കുറിച്ചു. തൊട്ടടുത്ത ദിവസമായ ഫെബ്രുവരി 19 കറാച്ചി തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന HMS ഹിന്ദുസ്ഥാൻ എന്ന കപ്പൽ, HMS എന്ന് പറഞ്ഞാൽ ഹെർ മജസ്റ്റി ഷിപ്പാണ്, കപ്പലും കലാപത്തിൽ പങ്കെടുത്തു. തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് 85ഓളം കപ്പലുകളിലും അതേപോലെ തുറമുഖ കേന്ദ്രങ്ങളിലുമെല്ലാം നാവിക കലാപം പടർന്നു പിടിക്കുകയാണ് ഉണ്ടായത്. നാവിക കലാപത്തിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് റോയൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു വിഭാഗം ഡംഡം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരു പണിമുടക്കം നടത്തുകയുണ്ടായി. ഇന്ന് ഡംഡം ഇൻ്റർനാഷണൽ എയർപോർട്ട് സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ സേനാ വിഭാഗങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മാത്രം ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് ബോധ്യപ്പെട്ടു സായുധ സേന ബ്രിട്ടീഷുകാർക്കെതിരായി മാറിയിരിക്കുകയാണ്. ഇനി ഇന്ത്യയെ ഭരിക്കണമെന്നുണ്ടെങ്കിൽ ബ്രിട്ടനിൽ നിന്നും വിഭവങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് മാത്രമേ ഭരണം നടക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാരെ തന്നെ ഏൽപ്പിച്ചു പോവുക എന്ന ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. ആ തീരുമാനത്തിൽ അവരെ എത്തിച്ചേരുന്നതിനെ പ്രാപ്തമാക്കിയത് ലണ്ടനിൽ അധികാരത്തിൽ വന്ന പുതിയ ലേബർ പാർട്ടി ഗവൺമെൻറ്റാണ്. ക്ലെമൻ്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിലെത്തിയ ലേബർ പാർട്ടി ഗവൺമെൻറ് തീരുമാനിച്ചു, ബ്രിട്ടീഷുകാർക്ക് സാമ്പത്തിക ബാധ്യതയായിരിക്കും ഇനി ഇന്ത്യ ഭരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണം ഇന്ത്യക്കാർക്ക് തന്നെ നൽകുക എന്ന ഒരു തീരുമാനത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം എത്തിച്ചേർന്നു. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലേക്കായി ക്യാബിനറ്റ് മിഷൻ എന്ന ഒരു കമ്മീഷനെ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. സർ പത്വിക് ലോറൻസ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, സർ AV അലക്സാണ്ടർ എന്നിവരടങ്ങുന്ന 3 അംഗ സംഘം ഇന്ത്യയിൽ എത്തിച്ചേരുകയും ഇന്ത്യയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു.
ക്യാബിനറ്റ് മിഷൻ്റെ പദ്ധതി അനുസരിച്ചൊരു ഇടക്കാല ഗവൺമെൻറ് 1946 സെപ്റ്റംബർ മാസം 2-ാം തീയതി ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുകയും 1946 ഡിസംബർ മാസം 9-ാം തീയതി ഭരണഘടനാ നിർമ്മാണ സമിതിയും രൂപീകരിക്കപ്പെടുകയുണ്ടായി. 1947 ഫെബ്രുവരി മാസം 20-ാം തീയതി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമൻ്റ് ആറ്റ്ലി ഒരു പ്രഖ്യാപനം നടത്തി. ബ്രിട്ടീഷുകാരുടെ സാന്നിധ്യം ഇന്ത്യയിൽ എന്നേക്കുമായി ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. 1948 ജൂൺ മാസം 30-നുള്ളിൽ ബ്രിട്ടീഷുകാരുടെ സേവനം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രം പ്രഖ്യാപിക്കും എന്നുള്ളതായിരുന്നു ആ പ്രഖ്യാപനം. ഇന്ത്യയുടെ ഭരണകാര്യങ്ങൾ നിർണ്ണയിക്കുന്നതിനും ഭരണം ഇന്ത്യക്കാർക്ക് കൈമാറുന്നതിനുമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് നിയോഗിച്ച അവസാനത്തെ വൈസ്രോയി ആയിരുന്നു ലൂയി മൗണ്ട് ബാറ്റൺ. ഇന്ത്യയിലെത്തിയ മൗണ്ട് ബാറ്റൻ്റെ പ്രധാനപ്പെട്ട പദ്ധതി ആവശ്യപ്പെടുന്ന വിഭാഗങ്ങൾക്ക് ഇന്ത്യ വിഭജിച്ച് നൽകുക എന്നതായിരുന്നു. അതിനായി മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട പോലെ പാകിസ്ഥാൻ വിഭജിച്ചു കൊടുക്കുക, രാജാക്കന്മാർ ആവശ്യപ്പെട്ട പോലെ അവർക്ക് നാട്ടുരാജ്യങ്ങളും വിഭജിച്ചു കൊടുക്കുക എന്ന ഒരു പദ്ധതിയുമായാണ് മൗണ്ട് ബാറ്റൺ ഇന്ത്യയിലെത്തിയത്. ഇതാണ് ബാൽക്കൻ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ബാൽക്കൻ പ്ലാനിനെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും എതിർക്കുകയുണ്ടായി. തുടർന്ന് നടന്ന ചർച്ചകൾക്ക് ഒടുവിലാണ് ഇന്ത്യയെ വിഭജിക്കുന്നു. കിഴക്കൻ പാകിസ്ഥാനെന്നും പടിഞ്ഞാറൻ പാകിസ്ഥാനെന്നും ഇന്ത്യയെന്നും പറഞ്ഞുകൊണ്ട് 3 ഭാഗങ്ങളായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക എന്നൊരു തീരുമാനത്തിൽ മൗണ്ട് ബാറ്റൺ എത്തിച്ചേരുന്നു. ഇന്ത്യയുടെ വിഭജനം ഒരിക്കലും ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിജി, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, അദ്ദേഹം വളർത്തി വലുതാക്കിയ ശിഷ്യന്മാർ എല്ലാവരും തന്നെ ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നുമായി 2 രാജ്യങ്ങൾ രൂപീകരിക്കുന്നതിന് എതിർപ്പില്ല എന്നറിയിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞ ഒരു വാചകം നമ്മളെപ്പോഴും ഓർക്കേണ്ടതാണ്. നഷ്ടപ്പെട്ടു പോയ എൻ്റെ മകൻ ഉണ്ടായിരുന്നുവെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ മകനാണ് സുഭാഷ് ചന്ദ്രബോസ്. തിരോധാനം സംഭവിച്ച ആ മകനാണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനായിരുന്നു MS ഖാൻ കമ്മീഷൻ. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനായിരുന്നു GD ഖോസ്ല കമ്മീഷൻ. ഈ 2 കമ്മീഷൻ്റെയും കണ്ടെത്തൽ ഒന്നായിരുന്നു. തായ്ലൻഡിൽ നിന്നും ബാങ്കോക്കിലേക്കുള്ള യാത്രാമധ്യേ സുഭാഷ് ചന്ദ്രബോസ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതായിരുന്നു ഈ 2 കമ്മീഷൻ്റെയും കണ്ടെത്തൽ. മരണപ്പെട്ട സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചിതാഭസ്മം ജപ്പാനിലെ റങ്കോജി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നും ഈ കമ്മീഷൻ കണ്ടെത്തുകയുണ്ടായി. എന്നാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കുടുംബാംഗങ്ങൾ ഈ കണ്ടെത്തലിനെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. 1991 രാജ്യം നൽകുന്ന ഏറ്റവും വിശേഷപ്പെട്ട ബഹുമതിയായ ഭാരതരത്നം മരണാനന്തരം നൽകുന്നതിന് തീരുമാനമായി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ കുടുംബാംഗങ്ങൾ ഒന്നടങ്കം എതിർത്തു. മരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങളുടെ നേതാജി എന്ന് പറഞ്ഞായിരുന്നു ആ കുടുംബം എതിർത്തത്. 1999 അധികാരത്തിലെത്തിയ അടൽ ബിഹാരി വാജ്പേയി ഗവൺമെൻറ് 3ാമതൊരു കമ്മീഷനെ കൂടി നിയമിക്കുന്നുണ്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന്. മനോജ് മുഖർജി കമ്മീഷൻ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. മനോജ് മുഖർജി കമ്മീഷൻ്റെ കണ്ടെത്തൽ മറ്റൊരു രീതിയിലായിരുന്നു. വിമാനാപകടത്തിൽ നേതാജി കൊല്ലപ്പെട്ടിരുന്നില്ല എന്നും അദ്ദേഹം ആരുടെയും കണ്ണിൽപ്പെടാതെ അജ്ഞാതനായിട്ട് എവിടെയോ ജീവിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു എന്നുമായിരുന്നു മനോജ് മുഖർജി കമ്മീഷൻ്റെ കണ്ടെത്തൽ. എന്നാൽ സ്വതന്ത്രമായ പല അന്വേഷകരും പത്രലേഖകന്മാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയതിൽ നിന്നും കണ്ടെത്തിയ മറ്റൊരു രസകരമായ കണ്ടെത്തലുണ്ട്, കുറേ കൂടി വിശ്വസനീയമായ കണ്ടെത്തലുണ്ട്. UP ബീഹാർ മേഖലയിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസി, അദ്ദേഹത്തിൻ്റെ പേരാണ് ഗുംനാമി ബാബ. ഗുംനാമി ബാബ എന്ന് പറഞ്ഞാൽ പേരില്ലാത്ത പേരറിയാത്ത സന്യാസി എന്നാണ്. ഈ ഗുംനാമി ബാബയുടെ ജീവിത രീതിയും എഴുത്തുകുത്തുകളും രൂപസാദൃശ്യങ്ങളുമെല്ലാം നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ അനുസ്മരിപ്പിക്കുന്നതാണെന്നും അതിനാൽ ഗുംനാമി ബാബ പേര് വെളിപ്പെടുത്താതെ ഇന്ത്യയിൽ കഴിയുകയാണ് ഉണ്ടായിരുന്നതെന്നും അന്താരാഷ്ട്ര യുദ്ധ കുറ്റവാളികൾക്കെതിരായിട്ടുള്ള നിയമം 25 വർഷങ്ങൾക്ക് ശേഷം പിൻവലിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും വീണ്ടും ഒരു 25 വർഷത്തേക്ക് കൂടി അന്താരാഷ്ട്ര യുദ്ധ കുറ്റവാളികൾക്കെതിരായിട്ടുള്ള നിയമം, അതായത് 2ാം ലോക മഹായുദ്ധത്തിലെ അന്താരാഷ്ട്ര യുദ്ധ കുറ്റവാളികൾക്കെതിരെയുള്ള നിയമം നീട്ടിയ ആ തീരുമാനമാണ് സുഭാഷ് ചന്ദ്രബോസിനെ വെളിച്ചത്തേക്ക് വരുന്നതിൽ നിന്നും വിലക്കിയത് എന്നും പറയപ്പെടുന്നു. നേതാജിയെക്കുറിച്ചും നേതാജിയുടെ ജീവിത രീതിയെക്കുറിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുമൊക്കെ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ടുന്ന 2 പുസ്തകങ്ങളുണ്ട്, നേതാജി എഴുതിയ പുസ്തകങ്ങൾ. ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്ന് പറയുന്ന അപൂർണമായ ഒരു കൃതിയും ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ അല്ലെങ്കിൽ പ്രോജ്വലിപ്പിക്കുന്ന ഒരു കൃതിയും.